നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം. ഇനി ഏതാണ്ട് 1.25 മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രമേയുള്ളൂ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കാൻ. എല്ലാവരും ഭക്തിയോടുകൂടി ആ നിമിഷത്തിനായി കാത്തിരിക്കുന്നതാണ് നമുക്ക് ചുറ്റും കാണുന്നത്. അവസാനവട്ട ദർശനത്തിനായി നിൽക്കുന്ന വലിയ ഒരു ക്യൂ കൂടി നമുക്ക് കാണാം. എനിക്കൊപ്പം നവമിയും ഒപ്പം തന്നെ നാദറയും ചേരുകയാണ്. മറ്റ് ന്യൂസ് 18 പ്രതിനിധികൾ ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ഞങ്ങൾക്കൊപ്പം ചേരും. നവമി, ഇനി ഒരു 1.25 മണിക്കൂറിന്റെ കാത്തിരിപ്പേ ഉള്ളൂ. തോറ്റമ്പാട്ട് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കും 1.5 മണിക്കൂറിനകം. അതെ, എനിക്ക് തോന്നുന്നു ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിനും ഒരല്പം ശമനമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇനി എല്ലാവർക്കും പൊങ്കാല ഇടാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് ഇനിയും ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ പൊങ്കാല ഇടാൻ വൈകിയാലോ എന്ന് പേടിച്ചുകൊണ്ട് പലരും തിരിച്ചു മടങ്ങുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്നാലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഇത്തവണ ആളുകൾ എത്തുന്നതെന്നാണ് ഭക്തർ പറയുന്നത്. പലരും ക്യൂവിൽ നിന്ന് തിരിച്ചു പോകുന്ന സാഹചര്യമാണ്. എവിടെ നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന ഭക്തി നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ച തന്നെയാണ് എല്ലായിടങ്ങളിലും. ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ മതമൈത്രിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആറ്റുകാൽ എന്ന് വേണം പറയാൻ. കാരണം ഇവിടെ ഒരു തരത്തിലുമുള്ള വകഭേദങ്ങളില്ല, ഇല്ലേ? ജാതിയോ മതമോ ഒന്നുമില്ല. ആർക്കും അമ്മയെ കാണാം, അമ്മയെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാം, പൊങ്കാല അർപ്പിക്കാം. അതിനൊക്കെയുള്ള എല്ലാ വിധത്തിലും സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കി എല്ലാവരും കാത്തിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ യഥാർത്ഥ കേരള സ്റ്റോറി എന്താണ് എന്ന് കാണണമെങ്കിൽ ഇന്ന് ലോകം ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് നോക്കണം. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് എത്തിയ ആളുകളെ നമുക്ക് കാണാം. അവരെ വരവേറ്റ ആതിഥ്യം അരുളി തിരുവനന്തപുരം നഗരം പതിവ് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ആതിഥ്യം അരുളിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നവമി ഏറ്റവും വലിയ ഉദാഹരണം അതിന്റെ മണക്കാട് പള്ളിയാണ്. മണക്കാട് ജുമാ മസ്ജിദ് എല്ലാ വിധത്തിലും നോമ്പുകാലമായിട്ട് പോലും ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് വെള്ളവും ഭക്ഷണവും മറ്റ് സഹായങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിക്കാതിരിക്കാൻ ക്രിസ്ത്യൻ പള്ളികളും സമാനമായ നിലയിൽ ആളുകളെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറിയാണ്. ദ റിയൽ കേരള സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളുടെ സന്ദേശം. അത് എത്രയോ വർഷമായി ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന സന്ദേശം കൂടിയാണ്. അതെ, തീർച്ചയായും രേണുക. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ സ്ത്രീകളുടെ ശബരിമല എന്ന് നമ്മൾ പറയുമ്പോഴും ഇത്തവണ നമ്മൾ പുരുഷന്മാരെ കൂടി കുറച്ചധികം കാണാൻ തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോഴും ഓരോ വീട്ടിലും ഈ ഒരുക്കത്തിന്റെ പിന്നിൽ ഒരുപാട് പുരുഷന്മാരുണ്ടാകും. ഈ ഒരുക്കങ്ങൾക്ക് പിന്നിൽ എപ്പോഴും പുരുഷന്മാരുണ്ട്. ഇപ്പൊ പക്ഷെ കൂടുതൽ പേർ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ രാവിലെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പുരുഷന്മാരെ കാണുന്നുണ്ട്. അതോടൊപ്പം ഈ പലയിടങ്ങളിലും പൊങ്കാല ഇടുമ്പോൾ തന്നെ പുരുഷന്മാരുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഒരു വിജയം. എന്നാലും സ്ത്രീകൾക്ക് മാത്രം ഇടം എന്ന് പറയുമ്പോൾ കൂടി അവിടെ പുരുഷന്മാരുമുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. വലിയ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അതെല്ലാം നമ്മൾ. ഇപ്പോ ഈ തോറ്റമ്പാട്ട് തുടങ്ങിയിരിക്കുകയാണ്. കണ്ണകി ചരിതമാണ് ഈ തോറ്റമ്പാട്ടിന്. ഇവിടുത്തെ ഓരോ ചടങ്ങുകളുമായി ഡയറക്റ്റ് ബന്ധമാണ്. ഈ പാട്ടിനനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ ചടങ്ങുകൾ പോലും പുരോഗമിക്കുന്നത്. ഇവിടെ പാണ്ഡ്യരാജാവിന്റെ വധം കഴിയുമ്പോഴേക്കാണ് പൊങ്കാല ചടങ്ങുകൾ തുടങ്ങുക. 9:15 ഈ ചടങ്ങുകൾ ആരംഭിക്കുക. പൊങ്കാലയുമായി ബന്ധപ്പെട്ട 9:45 പണ്ടാരടുപ്പിലേക്ക് തീ പകരുക. അത് മേൽശാന്തിയായിരിക്കും പണ്ടാരടുപ്പിലേക്ക് ബ്രഹ്മശ്രീ അനീഷ് നമ്പൂതിരിയാണ് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നത്. അതേ ദീപമായിരിക്കും സഹമേൽശാന്തിക്ക് കൈമാറുക. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും തുടർന്ന് ക്ഷേത്രത്തിന് മുൻവശമുള്ള ഒരുക്കിയിരിക്കുന്ന പണ്ടാര അടുപ്പിലേക്കും തീ പകരും. ആ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോട് കൂടിയാണ് ഔദ്യോഗികമായി നമ്മുടെ ആ പൊങ്കാല ആ ഒരു നിമിഷം, ആ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകുന്നത്. പകർന്നു കഴിഞ്ഞാൽ തന്നെ പിന്നീട് അവിടുന്ന് ഈ അമ്പലത്തിന് ചുറ്റുമുള്ള അടുപ്പുകളിലേക്ക്, പിന്നീട് ഈ നഗരത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ള അടുപ്പുകളിലേക്ക് തീ നിമിഷങ്ങൾക്കകം പള്ളിയായിരിക്കും. അത് അറിയിക്കുന്നതിന് വേണ്ടി ചെണ്ടയും
വെടിക്കെട്ടുമുണ്ട്. അതോടുകൂടി എല്ലാവരും അറിയും ഇങ്ങനെ പണ്ടാരടുപ്പിൽ തീ പകർന്നു എന്നുള്ളത് അറിയിക്കുന്നത് ആ ചെണ്ടമേളത്തിലും വെടിക്കെട്ടിലുമായിരിക്കും. നമ്മൾ പതിവ് പോലെ പറയുന്നത് പോലെ തിരുവനന്തപുരം ഒരു യാഗശാലയായി മാറും. നമുക്ക് കണ്ണു തുറന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഈ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയും ഇതിന്റെ ഐതിഹ്യങ്ങളുണ്ട്. കാരണം നമുക്കറിയാം ഈ മൺകലങ്ങളിലാണ് പൊങ്കാല ഒരുങ്ങുന്നത്. മൺകലങ്ങൾ ഇത്തവണ ജെൻസി കലങ്ങൾ കൂടിയുണ്ട്. ജെൻസി കലങ്ങൾ മൺകലങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ മൺകലങ്ങളും അരിയും എന്ന് പറയുന്നത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാണ്. പിന്നീട് ആകാശം, സൂര്യൻ, വായു, അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഭക്തിയുടെ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. എത്ര ദിവസത്തെ വ്രതമുള്ള ആളുകളുണ്ട് എന്നറിയാമോ? എത്ര ദിവസങ്ങളായി ഇവിടെ വന്ന് കിടക്കുന്നവരുണ്ടെന്നറിയാമോ? അതൊക്കെ നമ്മൾ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയായിരിക്കും. എനിക്ക് നാറ്റുകാലിലല്ലാതെ അങ്ങനെ ഒരു കാഴ്ച ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദിവസങ്ങൾ മുൻപേ ഇവിടെ വന്ന് കിടക്കുന്നു, എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നു, അവരുടെ അടുപ്പുകൾ പിടിച്ചു വെക്കുന്നു, അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ആളുകൾ. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നേരത്തെ സംസാരിക്കുമ്പോൾ 6 പതിറ്റാണ്ടായി പൊങ്കാല ഇടുന്ന ഒരു അമ്മയെ കണ്ടു. 6 പതിറ്റാണ്ട്. ആദ്യകാലങ്ങളിൽ ഈ അമ്പലത്തിന് ചുറ്റും മാത്രം ഉള്ള പൊങ്കാലയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വിപുലീകരിച്ച് ഓരോ വർഷം കഴിയുന്തോറും നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി അങ്ങനെ പടർന്നു പന്തലിക്കുകയാണ്. അതാവുമ്പോൾ നമുക്ക് നാദറയെ കൂടി പ്രേക്ഷകരുടെ ഞാൻ നാദറയെ ആളുകളുടെ ഇടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നാദറ ഇവിടെ ഒരു സെലിബ്രിറ്റി ആയി മാറുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോ നാദറ എന്താണ് ഈ വരുന്നവരൊക്കെ നാദറയോട് ചോദിക്കുന്നത്? പൊങ്കാല തിരക്കിനിടയിലും അവര് നാദറയെ വിടുന്നില്ലല്ലോ. ഒരു ചെറിയ അഹങ്കാരമുള്ളത്, ഞാനിത് തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പം തിരുവനന്തപുരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവരെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരം കൂടിയാണ്. അപ്പം ഒത്തിരി സന്തോഷം, അതിലേറെ അഭിമാനമുണ്ട്. കാരണം ആറ്റുകാലിന് തൊട്ടടുത്തുള്ള സമീപത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നതും പഠിച്ചതും വളർന്നതൊക്കെ ഈ പരിസര ഭാഗത്ത് തന്നെയാണ്. അപ്പം അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരുപക്ഷെ അവർക്ക് എന്നെ കാണാൻ കിട്ടുന്ന ഒരു സാധ്യത കൂടിയാണ്. അപ്പൊ അവരുടെ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ അവരടുത്തറിയുന്ന സമയത്ത് ഒരു സെൽഫി. ചിലരൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്തൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്താ ചോദിക്കണേ? തീർച്ചയായിട്ടും അവരെ എന്നെ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ എന്റെ സാരി കണ്ടിട്ടായിരിക്കാം. സ്വാഭാവികമായിട്ട് ഞാൻ ഒരുങ്ങുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ മുതൽ വലിയ അമ്മമാർ വരെ. പ്രത്യേകിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചധികം ഭൂരിപക്ഷം സ്ത്രീകളാണ്. അപ്പൊ അവരെയൊക്കെ തന്നെ ഒരേ സമയത്ത് കാണാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്നുള്ളത്. എന്തായാലും നമ്മളുടെ സെലിബ്രിറ്റികളെ മറക്കരുത്. തീർച്ചയായിട്ടും ഇന്ന് ഓൺ ഡ്യൂട്ടിയിലാണ്. നമ്മൾ ഒരുപക്ഷെ റിപ്പോർട്ടിംഗിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് ന്യൂസ് 18 മുന്നോട്ട് വെക്കുന്നത്. കാരണം ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ടർ, ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു അവസരം കൂടിയുണ്ട്. അപ്പൊ അതിലേറെ അഭിമാനിച്ചുകൊണ്ട് ഓൺ ഡ്യൂട്ടിയിലാണെന്നുള്ളതാണ്. ഇവിടിപ്പോ വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നവമി അവർക്ക് നിൽക്കാൻ സമയമില്ല. നമ്മളൊരു പ്രതികരണത്തെ അടിച്ചാൽ പോലും സമയമില്ല. ആ ആളുകൾ വരെ തിരിഞ്ഞു വന്ന് നാദറയെ പിടിച്ചിട്ട് സ്നേഹപ്രകടനം നടത്തിയിട്ട് പോകുന്നത് കാണാം. അതെ. അപ്പൊ ഒരുപക്ഷെ എന്നെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഒരുപക്ഷെ ഇവരുടെ അടുത്ത് കേൾക്കേണ്ടി വരാറുണ്ട്. എങ്കിൽ പോലും ഡ്യൂട്ടി മറക്കാറില്ല എന്നുള്ളതാണ്. ബിഗ് ബോസിലെ വിശേഷം തിരക്കാറുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ വിശേഷങ്ങളായിരിക്കും ഒരുപക്ഷെ അവരുടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.